എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന സുന്ദരിയുടെ ഭർത്താവ് മരിക്കാനായിട്ട് കിടക്കുവാണ്. ഈ സമയത്ത് സുന്ദരിയോട് പറഞ്ഞു, അതെ നിനക്ക് എന്ത് വരം വേണേലും എന്നോട് ചോദിക്കാന്ന് പറയാം. അപ്പൊ സുന്ദരി പറഞ്ഞു, എനിക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് അങ്ങുന്നതിന്റെ ജീവനാണ്, പക്ഷെ അത് പറ്റത്തില്ല എന്ന് അറിയാലോ, പക്ഷെ വേറെന്ത് വേണം ചോദിച്ചോളാം പറയാ. അവസാനം സുന്ദരി പറഞ്ഞു, 33 ദേവതകളുണ്ടല്ലോ, അതില് ഒരു ദേവതയെങ്കിലും എന്നെ കൺമുന്നിൽ ഒന്ന് കാണിച്ചോളാം പറയാം. ഭവതിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയാണ്. പിന്നീട് അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സാക്ഷാൽ വനദുർഗ തന്നെ സുന്ദരിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവാണ്. ഈ സമയം അദ്ദേഹം പറഞ്ഞു, അതെ വനദുർഗ അല്ലാതെ വേറൊരു ദേവതയെ കാണിച്ചാനായിട്ട് എനിക്ക് ഈ സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ കാട്ടി വസിക്കുന്നതാണ്. ഏറ്റവും നല്ല വനദുർഗയാണ്. വനദുർഗേനെ അതുകൊണ്ടാണ് ഭവതിയുടെ മുന്നിൽ ഞാൻ എത്തിച്ചതെന്ന് പറയാം. പിന്നീട് വനദുർഗ വന്നു കഴിഞ്ഞപ്പോൾ വനദുർഗയോട് പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ ആഗ്രഹമായിരുന്നു, മരിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കൊടുത്ത എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഒരു വരവാണ്, അത് പ്രകാരമാണ് ഞാൻ ദേവിയെ പ്രാർത്ഥിച്ചു വരുത്തിയെന്ന് പറയാം. പിന്നീട് അങ്ങനെ ദേവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുന്ദരിക്ക് ഭയങ്കര സന്തോഷമായി. സുന്ദരി പ്രണാമമൊക്കെ പറയാണ്. സുന്ദരി പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ദേവതയെ മുന്നിൽ കാണുന്നുള്ള, എൻ്റെ ആഗ്രഹം സഫലമായെന്ന് പറയാ. ഈ സമയം വനദേവത പറഞ്ഞു, ഞാൻ വന്നു, പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഒന്നെങ്കിൽ അവർക്ക് ഞാനൊരു വരം നൽകും, അല്ലെങ്കിൽ അവരെ ശപിക്കും. ഈ രണ്ടിലേതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യക്ഷപ്പെടാറുള്ളൂ. പക്ഷേ ഇവിടെ സുന്ദരിനെ എനിക്ക് ശപിക്കാൻ തോന്നുന്നില്ല, കാരണം ഭർത്താവിനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന സുന്ദരിനെ ഞാൻ ശപിച്ചിട്ട് എനിക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സുന്ദരിക്ക് എന്താവശ്യമുണ്ടോ എന്നോട് ചോദിക്കാം, എന്നോടൊരു വരം ചോദിച്ചോളാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ സുന്ദരി പറഞ്ഞു, എനിക്ക് വരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ജീവനാണ് എനിക്ക് വേണ്ടത്, പക്ഷെ അതെനിക്ക് കിട്ടില്ല എന്നറിയാം. അപ്പൊ എൻ്റെ ഭർത്താവിനോടൊപ്പം അദ്ദേഹത്തിന് ഒരു ഭാഗം ചേർന്ന് എനിക്ക് പോവാനായിട്ടുള്ള അനുമതി അങ്ങ് തരണമെന്ന് പറയാണ് വനദേവതയോട്. ഇത് കേട്ട് കഴിഞ്ഞ് വനദേവത പറഞ്ഞു, അങ്ങനെ ഒരു വരം തരാനായിട്ട് എനിക്ക് പറ്റില്ല, വേറെ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഭർത്താവിന്റെ ഭാഗമായിട്ട് ഇത്രയും കാലം ജീവിച്ച് പെട്ടെന്നൊരു നിമിഷം ഭർത്താവ് പോയി കഴിയുമ്പോൾ ആ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭാര്യനെ ഈ കാട്ടിൽ ഉപേക്ഷിച്ച് പോവാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. സുന്ദരി വിഷമിക്കണ്ട, എല്ലാ മാസവും പൗർണമി ദിവസം ഭർത്താവ് സുന്ദരിയുടെ അടുത്ത് എത്തും എന്ന് പറയണ. സുന്ദരി പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും? മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഹം പോവില്ല, പിന്നെ ദേഹി മാത്രമല്ലേ കാണുള്ളൂ, എനിക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിനെ കാണാൻ സാധിക്കില്ലോ എന്ന് പറയാം. എനിക്ക് അദ്ദേഹത്തെ കാണണം, സ്പർശിക്കണം, പാദപൂജ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാവില്ലേ വരുള്ളൂ, അപ്പൊ എനിക്ക് ആത്മാവിനെ കാണാൻ സാധിക്കില്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോ വനദേവത പറഞ്ഞു, അതോർത്ത് പേടിക്കണ്ട, എല്ലാ പൗർണമി നാളിലും ഈ കിഴക്കേവാതിൽ കടന്ന് ഒരു ചെറുപ്പക്കാരൻ വരും, ആ ചെറുപ്പക്കാരന്റെ ദേഹത്ത് സുന്ദരിയുടെ ഭർത്താവിന്റെ ആത്മാവ് കുടികൊള്ളും. പിന്നീട് ഭർത്താവായിരിക്കും സുന്ദരിയുടെ മുന്നിലേക്ക് വരുന്നത്, സുന്ദരിക്ക് സ്പർശിക്കാം, പാദപൂജ ചെയ്യാം, എല്ലാം ചെയ്യാന്ന് പറയാണ്. ഇത് കേട്ടോ സുന്ദരിക്ക് സന്തോഷമായി. പിന്നീട് വനദേവത അങ്ങോട്ട് പോവാണ്. വനദേവത മറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സുന്ദരി നേരെ ഭർത്താവിന്റെ അടുത്തേക്ക് വരുവാണ്. കേട്ടില്ലേ പറഞ്ഞ് വനദേവത എനിക്ക് വരം തന്ന് കേട്ടില്ലേ, ഇനി എനിക്ക് സന്തോഷമായി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാ മാസവും എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണാൻ സാധിക്കുമല്ലോ, എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കുമല്ലോ എന്ന് പറയാണ്. ഇങ്ങനെ സുന്ദരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ മിണ്ടാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. അങ്ങനെ പോയി. ഈ സമയം ഗിരിദേവൻ കഥ പറച്ചിൽ നിർത്തി. ഉണ്ണിമോള് ചോദിച്ചു, അല്ല ഗിരിദേവ, എല്ലാ മാസം പിന്നെ വന്നോ, പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. പൗർണമി നാള് വരൂന്നാണ് പറഞ്ഞ സുന്ദരിയുടെ ഭർത്താവ്, പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം. അങ്ങനെ ഗിരിദേവൻ പിന്നെയും പറയാൻ തുടങ്ങി. പൗർണമി നാളിന് വേണ്ടിയിട്ട് സുന്ദരി കാത്തുകാത്തിരുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു. അങ്ങനെ ആ ദിവസം വന്നു. പൗർണമി നാളിന്റെ തലേദിവസം സുന്ദരി ഇങ്ങനെ കാത്തുകാത്തിരിക്കുക ഭർത്താവിന് വേണ്ടിയിട്ട്. പതിവില് വിപരീതമായിട്ട് സുന്ദരി ഒരുങ്ങി, നല്ല ചേലയൊക്കെ ചുറ്റി, കൺമഷി കൊണ്ട് കണ്ണൊക്കെ എഴുതി, പൊട്ടൊക്കെ തൊട്ട്, മുല്ലപ്പൂ ഒക്കെ ചൂടി ഭർത്താവിന് വേണ്ടി കാത്തിരുന്നു. പിന്നീട് ആ ഒരു രംഗങ്ങളൊക്കെ കാണിക്കുന്ന സുന്ദരി ഒരുങ്ങുന്നതിൻ്റെയൊക്കെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിരുന്നു. ഈ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വരുവാണ്. ചെറുപ്പക്കാരൻ ഇങ്ങനെ എങ്ങോട്ടൊന്നുമില്ലാതെ നടന്ന് നേരെ കിഴക്കേവാതിലിന്റെ അടുത്തേക്ക് വന്നു. കിഴക്കേവാതിൽ കടന്ന് ആ ചെറുപ്പക്കാരന്റെ ശരീരത്തേക്ക് സുന്ദരിയുടെ ഭർത്താവ് കുടികൊള്ളുവാണ്. അങ്ങനെ കയറുവാണ്. പിന്നീട് സുന്ദരിയുടെ ഭർത്താവായിട്ടാണ് വരുന്നത്. അങ്ങനെ സുന്ദരിനെ വന്ന് വിളിക്കുക. ഭർത്താവിന്റെ സ്വരം കേട്ട് സുന്ദരി തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ ഭർത്താവ് അരികെ നിൽക്കുന്നു. ഓടി ചെന്ന് സുന്ദരി കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ ചേർത്ത് പിടിച്ചു. പിന്നീട് ചേർത്ത് പിടിച്ച് അവരിങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സുന്ദരി എപ്പോഴോ രാത്രി ഏകാന്തയാമങ്ങളിൽ ഉറങ്ങിപ്പോയി. രാവിലെ കണ്ണു തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ സുന്ദരിയുടെ ഭർത്താവ് ഇല്ലായിരുന്നു അവിടെ. പിന്നീട് അടുത്ത ഒരു പൗർണമിക്ക് വേണ്ടിയിട്ടുള്ള സുന്ദരിയുടെ കാത്തിരിപ്പായി. ഉണ്ണിമോട് ചോദിച്ചു, പിന്നീടോ? അങ്ങനെ ഓരോ പൗർണിമകളും കഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു പൗർണിമയുടെ തലേദിവസം
സുന്ദരിക്ക് പ്രായമൊക്കെ ആയിരുന്നു. അങ്ങനെ ഭർത്താവിനെ കാത്തിരുന്ന സുന്ദരി ഈ ലോകത്തോട് വിട പറഞ്ഞു. സുന്ദരിയും അങ്ങനെ മരിച്ചു പോയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോള് പറഞ്ഞു, അല്ല പിന്നീട് എന്താ സംഭവിച്ചേ? സുന്ദരി മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സുന്ദരിയെ കാണാനായിട്ട് സുന്ദരി ഭർത്താവ് വന്നു എന്ന് ചോദിക്കുക. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, വന്നു. വനദേവതയ്ക്ക് ഇതൊക്കെ അറിയായിരുന്നു. വനദേവത എന്താ ചെയ്തേ? സുന്ദരിയുടെ ഒരു ശില്പം അവിടെ ഒരു രൂപം കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഈ രൂപം സൃഷ്ടിച്ചു വെച്ചു. അങ്ങനെ അതിനകത്ത് സുന്ദരിയുടെ ആത്മാവിനെ കുടികൊള്ളിച്ചു. അങ്ങനെ പൗർണമി നാളില് സുന്ദരി ആ ആത്മാവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. പുറത്തേക്ക് ഇറങ്ങി തന്റെ ഭർത്താവിനെ കാത്തിരിക്കും. അങ്ങനെ പൂവൊക്കെ ചൂടി കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന് ഭർത്താവ് വന്നതിന് ശേഷം പോയതിനു ശേഷം വീണ്ടും ആ വിഗ്രഹത്തിലേക്ക്, ആ രൂപത്തിലേക്ക് കയറുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾക്ക് അത്ഭുതമായിരുന്നു. അല്ലേ ഗിരിദേവ, അപ്പൊ എന്തിനാ ഈ പെൺകുട്ടികളല്ലേ ഇങ്ങോട്ട് വരുന്നേ? എല്ലാരും വന്ന് ഇവിടെ പൗർണമിയുടെ തലേദിവസം വന്നിട്ട് എല്ലാരും വന്ന് ചേലയൊക്കെ വെക്കുന്ന എന്തിനാന്ന് ചോദിക്കുകയാണ്. അത് സുന്ദരിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാ. സുന്ദരിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടുമെന്നാ പറയണേ, നല്ല സ്നേഹമുള്ള ഭർത്താവ്. അതിന് വേണ്ടിയിട്ടാന്ന് പറയാം. ഉണ്ണിമോൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു, എന്നാലും ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ ഗിരിദേവാന്ന് പറയാണ്. ഇപ്പോഴും ഓരോ ആൾക്കാർ, ഓരോ ചെറുപ്പക്കാരും വരുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ അല്ല അതെങ്ങനെയാ വരുന്നേ? ഇത് ആരാ ഇങ്ങോട്ട് വരുന്നേ? ചെറുപ്പക്കാർ വരണമെങ്കിൽ ഇങ്ങോട്ട് സ്വന്തമായിട്ട് വരണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നണ്ടേന്ന് ഉണ്ണിമോള് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, അതെ, കുറെ നാളുകൾക്ക് മുമ്പുള്ള ഒരു 10-16 പൗർണമിക്ക് മുമ്പുള്ള ഒരു രാത്രിയില് കല്ലുവിന്റെ ഏട്ടന്റെ മനസ്സിലേക്കാണ് കിഴക്കേവാതിൽ തെളിഞ്ഞു വന്നത്. ആ കിഴക്കേവാതിൽ ആരുടെ മനസ്സിലേക്ക് രാത്രി വരുന്നോ അവരാരാണോ കിഴക്കേവാതിൽ സ്വപ്നം കാണുന്നത്, അങ്ങനെ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ സുന്ദരീനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവരാണ് പൗർണമിയുടെ അന്ന് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ കല്ലുവിന്റെ ഏട്ടനെ വിട്ടുകൊടുക്കാൻ മനസ്സിലായിരുന്നു. കല്ലുവിന് അറിയായിരുന്നു ഇവിടുത്തെ കഥകളൊക്കെ. അങ്ങനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കല്ലു എന്ത് ചെയ്തു? ഏട്ടന് പകരം വേറൊരു ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയോ ചെയ്തേ, കിഴക്കേവാതിൽ കടത്തി വിടുകയോ ചെയ്തേ. അങ്ങനെ 10-15 ചെറുപ്പക്കാരെ ഇങ്ങോട്ട് കടത്തി വിട്ടുണ്ട് കല്ലു. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾക്ക് അത്ഭുതമായിരുന്നു. തന്റെ ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കല്ലു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ നാളെ ഇങ്ങോട്ട് കടത്തി വിടാൻ പോകുന്ന ആരെയാന്ന് അറിയാവുന്ന ചോദിക്കുവാണ് പൗർണമിയുടെ. ആരേ ഗിരിദേവ? അത് ജയന്തനെയാന്ന് പറയണം. ജയന്തൻ ചേട്ടനെയോ? അയ്യോ, ജയന്തൻ ചേട്ടനെ കടത്തിവിട്ടാ ജയന്തൻ ചേട്ടന്റെ അമ്മയോ? അതാ പറയണേ. അല്ലേ ഗിരിദേവ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങോട്ട് കടത്തി വിടൂന്ന് പറഞ്ഞല്ലോ, കടത്തി വിട്ടിട്ട് ഈ ചെറുപ്പക്കാർക്ക് പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇങ്ങോട്ട് വരുന്ന ചേട്ടന്മാർക്കൊക്കെ പിന്നെ എന്ത് സംഭവിക്കുന്നു ചോദിക്കും. അത് ഇങ്ങോട്ട് വരുന്ന ചെറുപ്പക്കാരുടെ ദേഹത്ത് സുന്ദരിയുടെ ഭർത്താവ് കയറും. പിന്നീട് ആ ശരീരത്തിന് എന്തു സംഭവിക്കുന്ന അറിയില്ല എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾക്കും അത്ഭുതം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജയന്തൻ ചേട്ടനും അപകടത്തിൽപ്പെടും. അപ്പൊ എന്ത് ചെയ്യും ഗിരിദേവ? ജയന്തൻ ചേട്ടന്റെ ജീവൻ അപകടത്തിലാണല്ലോ എന്ന് പറയുവാണ്. പിന്നീട് കാണിക്കുന്ന കാളിദാസൻ അയ്യപ്പ ഭഗവാന്റെ അടുത്തേക്ക് വരുവാണ്. എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ പതിവ് പോലെ കൊണ്ടുവന്ന് താമരപ്പൂ വെച്ചു. താമരപ്പൂ വെച്ച് അവിടെ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് മടങ്ങുമ്പോൾ കാളിദാസനെ കണ്ടു. രാമനാഥൻ അവിടെ ആൾത്തറയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കാളിദാസൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന കണ്ടു. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് രാമനാഥന്റെ മനസ്സിലേക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നേ. താൻ കാളിദാസന്റെ കൈ ഒടിക്കുന്നതൊക്കെ, ചുറ്റേക്ക് അടിച്ചൊടിക്കുന്ന രംഗങ്ങളൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുക. ആ സമയം ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു പോവാ രാമനാഥൻ. താൻ കാരണമാണല്ലോ കാളിദാസൻ ഇപ്പൊ ഇങ്ങനെ പോകുന്നതെന്നൊരു ഒരു തോന്നലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ സമയം വീട്ടിലാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിലായിരുന്നു ദേവികമ്മ നേരെ പൂജാമുറിലേക്ക് ഇന്ന് പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു, എന്റെ ഇഷ്ടമല്ല, ഒരു പക്ഷെ ഞാൻ ഉത്സവം നടത്തണ്ടെന്നായിരിക്കും അങ്ങയുടെ തീരുമാനം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായത്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഭഗവാനെ ഒന്ന് തൊഴാതിരിക്കാൻ പറ്റില്ല, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുക എന്നും പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയം അങ്ങോട്ട് വിനോദും അനുസൂയും കൂടെ വന്ന്, അല്ല അമ്മ എങ്ങോട്ട് പോകാന്ന് ചോദിക്കാം. ഞാൻ ക്ഷേത്രം വരെ പോവാം. ക്ഷേത്രത്തിലേക്കോ? അമ്മ ഇപ്പൊ പോകണ്ടെന്ന് പറയാം. ഇത് കേട്ടൻ ദേവിയമ്മ ചോദിച്ചു, അതെന്താ ഞാൻ പോയാല്? ഓ, ഉണ്ണിമോളില്ലാത്തോണ്ട് എന്നെ കൈ പിടിക്കാൻ ആരുമില്ല എന്ന് കരുതിയിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അതല്ലമ്മേ, അമ്മ എന്തിനാ ഇനിയും പോയി പ്രാർത്ഥിക്കുന്നേ? അമ്മ ഇത്രമാത്രം പ്രാർത്ഥിച്ചു, അമ്മയുടെ കൈകളിൽ വന്നു ചേർന്നല്ലേ അയ്യപ്പസ്വാമിയുടെ ഉത്സവം നടത്താനായിട്ട്, എന്നിട്ടോ അത് സാധിച്ചോന്ന് ചോദിക്കാം. അത് കുഴപ്പമില്ല വിനോദേ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ലോ. ഒരുപക്ഷെ അയ്യപ്പസ്വാമിയുടെ മനസ്സിൽ ഞാൻ ഉത്സവം നടത്തണ്ടെന്നായിരിക്കും. അങ്ങനെ അമ്മ പറയരുത്. കാരണം ഇത്രയും പ്രതീക്ഷയൊക്കെ തന്നിട്ട് ഒരു ദിവസം അത് പെട്ടെന്ന് കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാന്ന് പറഞ്ഞാല് എനിക്കങ്ങനെ ചിന്തയൊന്നും ഇല്ല. അയ്യപ്പസ്വാമി ഞാൻ വിളിച്ചാൽ വെളിപ്പുറത്ത് വിളി കേൾക്കുന്ന അയ്യപ്പസ്വാമി അടുത്ത് പോയി എനിക്ക് പ്രാർത്ഥിക്കണം. അപ്പൊ ഉത്സവം നടത്താൻ പറ്റിയില്ലെന്ന് ഓർത്തുകൊണ്ട് അയ്യപ്പസ്വാമി അടുത്ത് പോയി പ്രാർത്ഥിക്കാതിരിക്കാൻ എനിക്ക് ആവില്ല എന്ന് പറയാം. ഉണ്ണിമോൾ എത്രയും പെട്ടെന്ന് ആ സ്വർണ്ണമായിട്ട് തിരിച്ചു വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഇത് കേട്ട വിനോദ് പറഞ്ഞു, എനിക്ക് ആ പ്രതീക്ഷകളൊന്നും ഇല്ലമ്മേ. അല്ലെങ്കിൽ ആ ഊരായ്മക്കാർ എന്ത് തരവോ കാണിച്ചത്.
അവര് അമ്മയുടെ കയ്യിൽ നിന്ന് ആ ആചാരസ്ഥാനം തട്ടിപ്പറിച്ചെടുത്ത് അവർക്ക് കൊടുത്തില്ലേ, അത് കണ്ടപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും വരുന്നേ. അങ്ങനെ പറയരുത് വിനോദേ, നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കൂട്ടിയാൽ മതി, എല്ലാ അയ്യപ്പ ഭഗവാൻ നോക്കിക്കോളൂന്ന് പറയാ. എന്ത് അയ്യപ്പ ഭഗവാൻ നോക്കുന്ന? അതിന് അയ്യപ്പ സ്വാമി നമുക്ക് എന്ത് നല്ല കാര്യം ചെയ്തു തന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഞെട്ടിത്തെറിച്ച് ദേവകിയമ്മ വിനോദിനെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.